പെരുന്നാളിന് വെറും 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് നോക്കാം. ചൈന ഗ്രാസോ ജെലാറ്റിനോ കോൺഫ്ലോർ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്നതാണ്. ഇനി ഒരു പാനിലേക്ക് 2 കപ്പ് ഫുൾ ഫാറ്റ് ആയിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. അത് തിളക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്ക് നമുക്കൊരു ബൗളിലേക്ക് 2 കോഴിമുട്ട ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ തന്നെ അങ്ങ് വെക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് മെൽറ്റായിട്ട് കളർ ഇങ്ങനെ ചേഞ്ച് ആയി വരുന്നതോട് കൂടിയിട്ട് ഫ്ലെയിം സിമ്പിളാക്കിയിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഇപ്പോൾ ഇത് പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കളർ മതിയിട്ട് വല്ലാതെ ഡാർക്കാക്കി എടുക്കരുത്, അങ്ങനെ ആകുമ്പോൾ കയ്പ്പ് ടേസ്റ്റ് വരും. ഇനി തിളപ്പിക്കാൻ വെച്ചിരുന്ന പാലിന് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് പതുക്കെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഒന്നിച്ചങ്ങ് ഒഴിച്ചു കൊടുത്ത് അങ്ങ് തിളച്ച് പൊങ്ങുക. ഇതുപോലെ കുറേശ്ശെ ഒഴിച്ച് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ക്രിസ്റ്റലായിട്ട് വന്നിട്ടുണ്ടായിരുന്ന കാരമലൊക്കെ ഫുള്ളായിട്ട് മെൽറ്റായതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി അതൊന്ന് തണുത്ത് വന്നാൽ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് നമുക്ക് അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. കുറഞ്ഞ ചൂടോട് കൂടിയിട്ട് വേണ്ട ഒഴിച്ചു കൊടുക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഇനി നമ്മൾ ഏതിലാണോ സെറ്റാക്കി എടുക്കുന്നത് ആ ട്രേയിലേക്ക് ഇതുപോലെ നരിച്ചിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു ക്ലീൻ റാപ്പ് വെച്ച് ഇതുപോലെ കവർ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ വെള്ളം വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുള്ള സ്റ്റീമറിന്റെ ഉള്ളിലോട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ച് അടിച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കും നമുക്കിത് സെറ്റായിട്ട് കിട്ടും. 15 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ നിന്ന് ക്ലീൻ റാപ്പൊക്കെ അങ്ങ് ഒഴിവാക്കി കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. സൈഡിൽ കുറച്ച് റോസ് പെറ്റൽസും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ റെസിപ്പികൾക്കായിട്ട് പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ ഫ്രം റെസിപ്പീസ് കിച്ചൺ.